ഒരു ഓട്ടപ്രദർശനമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള സ്റ്റഡി നടത്താനോ അതിലേക്ക് പിന്നെ അടുത്തിലേക്ക് പോകാനോ ആരെങ്കിലും ആയിട്ട് കോൺടാക്ട് ചെയ്യാനോ ഒന്നും നിന്നിട്ടില്ല. നമ്മളൊരു പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിലേക്കാണ് പോകുന്നത്. മലപ്പുറം ജില്ലയ്ക്കകത്ത് 2008 ഡീലിമിറ്റേഷന് മുമ്പ്, അതായത് 2006 തെരഞ്ഞെടുപ്പ് വരെ 12 നിയമസഭാ മണ്ഡലങ്ങളാണ് മൊത്തം ഉണ്ടായിരുന്നത്. 2008 ഡീലിമിറ്റേഷൻ പ്രകാരം നിയമസഭാംഗങ്ങളുടെ എണ്ണം 12 നിന്ന് 16 വർദ്ധിച്ചു. അപ്പോൾ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള അങ്ങോട്ടുള്ള തെക്കോട്ടുള്ള പല ജില്ലകളിലും എണ്ണം കുറയുകയും ചെയ്തു. അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത, കഴിഞ്ഞൊരു 3 പതിറ്റാണ്ടിനിടയിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു തകർച്ചയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വിശിഷ്യ CPM-നും ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടായത്. CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇനിയിപ്പോൾ വരാൻ സാധ്യതയുള്ളത് PK ഖലീമുദ്ദീനാണ്, CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ. ഭരണവിരുദ്ധ തരംഗം എന്നുണ്ടെങ്കിൽ UDF-ന് ജയിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇടതുമുന്നണിക്ക് നിലനിർത്തും. AP അനിൽകുമാറിനെയും വേണമെങ്കിൽ CPM-ന് പരാജയപ്പെടുത്താവുന്നതാണ്. പറ്റിയ ആളുമുണ്ട്, പറ്റിയ ഇഷ്യൂസും ഉണ്ട്. കൃഷ്ണൻകുട്ടിക്ക് ബാല്യമുണ്ടോ എന്നത് ശശീന്ദ്രനെ പോലെ തന്നെ കൃഷ്ണൻകുട്ടി ആലോചിക്കേണ്ടതാണ്, ജനതാദൾ ആലോചിക്കേണ്ടതാണ്. കൃത്യമായി BJP നല്ലൊരു കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്യും, അവരുടെ വോട്ട് അവരുടെ കയ്യിൽ വീഴുകയും ചെയ്താൽ MP രാജേഷ് തോക്കും. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ഇന്നലെ നമ്മൾ കോഴിക്കോട് വരെയുള്ള ജില്ലകളിലെ ഒരു അവലോകനം നടത്തിയിരുന്നു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഇനി നമ്മൾ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലേക്ക് വരുന്ന സമയത്ത് 2026 ഈ 3 ജില്ലകളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഒരു ഓട്ടപ്രദർശനമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള സ്റ്റഡി നടത്താനോ അതിലേക്ക് പിന്നെ അടുത്തിലേക്ക് പോകാനോ ആരെങ്കിലും ആയിട്ട് കോൺടാക്ട് ചെയ്യാനോ ഒന്നും നിന്നിട്ടില്ല. നമ്മളൊരു പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിലേക്കാണ് പോകുന്നത്. ഡീപ്പായിട്ട് നമുക്ക് ജില്ലാ ബേസിലും മണ്ഡലം ബേസിലും ഒക്കെ പിന്നീട് നമുക്ക് എടുക്കാം. പിന്നെ നമ്മൾ ഇന്നലെ മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങി നമ്മൾ തിരുവമ്പാടിയിൽ വന്നിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. കോഴിക്കോട് ജില്ലയിലെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, താലൂരില്ല. അടുത്തത് മലപ്പുറം ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ മലപ്പുറം ജില്ലയ്ക്കകത്ത് 2008 ഡീലിമിറ്റേഷന് മുമ്പ്, അതായത് 2006 തെരഞ്ഞെടുപ്പ് വരെ 12 നിയമസഭാ മണ്ഡലങ്ങളാണ് മൊത്തം ഉണ്ടായിരുന്നത്. 2008 ഡീലിമിറ്റേഷൻ പ്രകാരം നിയമസഭാംഗങ്ങളുടെ എണ്ണം 12 നിന്ന് 16 വർദ്ധിച്ചു. അപ്പോൾ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള അങ്ങോട്ടുള്ള തെക്കോട്ടുള്ള പല ജില്ലകളിലും എണ്ണം കുറയുകയും ചെയ്തു. കാരണം 140 എന്നുള്ള സ്റ്റാറ്റസ് കോ നിലനിർത്തി. പക്ഷേ ജനസംഖ്യാനുപാതികമായി മലപ്പുറത്ത് പിന്നെ ജനസംഖ്യ വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മലപ്പുറത്ത് 16 സീറ്റായിട്ട് വർദ്ധിച്ചു. ആ 16 സീറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 33% വർധനമാണ് ഉണ്ടായിട്ടുള്ളത് സീറ്റുകളുടെ എണ്ണത്തിൽ. 2006 മലപ്പുറം ജില്ലയ്ക്കകത്ത് എനിക്കൊക്കെ ഓർമ്മ വെച്ച കാലത്തിന് ശേഷമുള്ള, അല്ലെങ്കിൽ ഈ ഏകാംഗ മണ്ഡലങ്ങളാക്കിയതിന് ശേഷമുള്ള ഏറ്റവും വലിയ നമ്പർ ഓഫ് സീറ്റ്സ് ഇപ്പോൾ അവിടെ LDF-ന് കിട്ടിയത്. അന്ന് പെരിന്തൽമണ്ണ, മങ്കട, തിരൂര്, പൊന്നാനി, അങ്ങനെ 4 സീറ്റ് അന്ന് കിട്ടി അന്നവിടെ. പക്ഷേ അന്ന് 4 മണ്ഡലങ്ങൾ കിട്ടിയപ്പോൾ മലപ്പുറം ചുവക്കുന്നു എന്നുള്ളൊരു പ്രതീതിയാണ് ഉണ്ടാക്കിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വലിയ മുന്നേറ്റം ഉണ്ടാക്കി. പക്ഷേ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത, കഴിഞ്ഞൊരു 3 പതിറ്റാണ്ടിനിടയിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു തകർച്ചയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വിശിഷ്യ CPM-നും ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടായത്. ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു പെരുന്തൽമണ്ണ മുനിസിപ്പാലിറ്റി അങ്ങ് പോയി. പൊന്നാനി മാത്രമാണ് കയ്യിലുള്ളത്. കഴിഞ്ഞ തവണ ഭരിച്ചുകൊണ്ടിരുന്ന, അത് മലപ്പുറം വരെ ഭരിച്ചിട്ടുള്ള സമയമുണ്ട്. പിന്നെ ഇടതു ജനാധിപത്യ മുന്നണി കൊണ്ടോട്ടിയിൽ ജനകീയ മുന്നണി ഉണ്ടാക്കി ഭരിച്ചിട്ടുള്ള സമയമുണ്ട്. തിരൂർ മുനിസിപ്പാലിറ്റിയിൽ ഭരിച്ച സമയമുണ്ട്. അതൊക്കെ പോയിട്ട് ആകെ അങ്ങ് പിന്നെ എന്താ പറയുക, അടപടലം പാളിപ്പോയ അവസ്ഥയായിരുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ 2-3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ 4 സീറ്റ് വെച്ചാണ് കിട്ടുന്നത്. അതായത് 12 സീറ്റുള്ളപ്പോൾ 4 സീറ്റാണ്, 16 സീറ്റ് വർദ്ധിച്ചപ്പോഴും 4 സീറ്റാണ്. അതായത് 33.33% സീറ്റ് 2006 ഉണ്ടായിരുന്നതിൽ നിന്ന് 2011 തൊട്ട് അത് 25% സീറ്റിലേക്ക് കുറഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ ആ സ്റ്റാറ്റസ് കോ ആണ് നിലനിൽക്കുന്നത്. അത് 25% നിന്നും ഇപ്പോൾ കുറഞ്ഞ് അത് പിന്നെ 20% എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം. കാരണം ഇപ്പോൾ 3 സീറ്റേ ഉള്ളൂ. കാരണം 16 സീറ്റിൽ 3 സീറ്റ് എന്ന് പറയുമ്പോൾ 20% തികച്ചില്ല എന്നുള്ള സ്ഥിതി. കാരണം നിലമ്പൂർ സീറ്റ് ബൈ ഇലക്ഷനിൽ നഷ്ടപ്പെട്ടു. പിന്നെ അവശേഷിക്കുന്നത് പൊന്നാനി, തവനൂർ, താനൂർ. അതിൽ പൊന്നാനി സീറ്റ് ഇപ്പോഴും സുരക്ഷിതം തന്നെയാണ്. നന്ദകുമാറാണ് അവിടെ പൊന്നാനിയുടെ സിറ്റിംഗ് MLA, ട്രേഡ് യൂണിയൻ നേതാവാണ്. അദ്ദേഹത്തിന് എന്താ വെച്ചാൽ ഒരു അംഗീകാരം എന്ന രീതിയിൽ കഴിഞ്ഞ തവണ കൊടുത്തതാണ്. പാലോളിയും ശ്രീരാമകൃഷ്ണനും ഒക്കെ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. MP ചിവാബയുടെ മണ്ഡലമായിരുന്നു, MP ഗംഗാധരൻ്റെ മണ്ഡലമായിരുന്നു, VIP മണ്ഡലമാണ്. അവിടെ ഇത്തവണ CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇനിയിപ്പോൾ വരാൻ സാധ്യതയുള്ളത് PK ഖലീമുദ്ദീനാണ്, CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ. നന്നായിട്ട് ഇത്തവണ മത്സരരംഗത്ത് മാറി നിൽക്കുക ആണ് സാധ്യത. കാരണം പുള്ളി പ്രായത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്, നന്നായിട്ട് മാറും. PK ഖലീമുദ്ദീൻ അവിടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. ഖലീമുദ്ദീൻ വരുമ്പോൾ ഖലീമുദ്ദീൻ അവിടെ വലിയ ബന്ധുബലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഖലീമുദ്ദീൻ്റെ കുടുംബക്കാർ മുഴുവൻ ലീഗാണ്. അങ്ങനെ പ്രശ്നമുണ്ട് ഖലീമുദ്ദീൻ്റെയും ഭാര്യയൊക്കെ അങ്ങനെ കുറച്ച് പേര് ഒഴിച്ചാൽ ബാക്കിയെല്ലാം ലീഗാണ്. CPM-നകത്ത് വലിയ കടുത്ത വിഭാഗ്യം നിലനിന്നിരുന്ന ഒരു ഏരിയയാണ്. കഴിഞ്ഞ നിയമസഭാ റിപ്പോർട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. എന്നാലും ഏറെക്കുറെയൊക്കെ ഇപ്പം പാച്ചപ്പായിട്ടുണ്ട്. അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T സിദ്ദീഖിനെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഏരിയ കമ്മിറ്റിയിൽ നിന്നൊക്കെ ഒഴിവാക്കിയ സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തിരിച്ച് പിന്നെയും കോടിയേരി ബാലകൃഷ്ണനും പിന്നെ പിണറായി വിജയനും ഇടപെട്ട് അദ്ദേഹത്തെ പിന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ട്. അപ്പോൾ PK ഖലീമുദ്ദീൻ ആയിരിക്കും വരുന്നത്. അപ്പുറത്ത് സ്ഥാനാർത്ഥിയായിട്ട് അപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയുള്ളത് 2 പേരാണ്. ഒന്നുകിൽ PT അജയ് മോഹൻ, പഴയ PT മോഹനകൃഷ്ണൻ മകൻ, അല്ലെങ്കിൽ
KP നൗഷാദ് അലി KPCC ജനറൽ സെക്രട്ടറി, രണ്ടുപേരിൽ ഒരാളാവും. അങ്ങനെ വന്നാൽ നല്ലൊരു മത്സരം ഉണ്ടാവും. പക്ഷേ ഭരണവിരുദ്ധ തരംഗം എന്നൊന്നുണ്ടെങ്കിൽ UDF ജയിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇടതുമുന്നണിക്ക് നിലനിർത്താം. ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. കാരണം അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ചിരിക്കുന്ന രോഹിത്, പഴയ കേസ് VS ജോയ് പ്രസിഡന്റ് ആകുമ്പോൾ വൈസ് പ്രസിഡന്റ് ആയിരുന്ന രോഹിത്, അപ്പോൾ ഒരു I ഗ്രൂപ്പ് സീറ്റായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനത്തെ ഗ്രൂപ്പുകളൊന്നുമില്ല. ഇപ്പം പിന്നെ A തൊട്ട് Z വരെയുള്ള ഗ്രൂപ്പുകളുണ്ട്, എല്ലാ ഗ്രൂപ്പുണ്ട്. KC ഗ്രൂപ്പ്, VD ഗ്രൂപ്പ്, ചെന്നിത്തല ഗ്രൂപ്പ് തുടങ്ങി, പിന്നെ ഇനിയിപ്പോൾ സുധാകരൻ ഗ്രൂപ്പ്, ഇനിയിപ്പം ഗ്രൂപ്പ്, സുധീരൻ ഗ്രൂപ്പ്, മാങ്ങാണ്ടി ഗ്രൂപ്പ്, അങ്ങനെയുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അത് ഇനിയിപ്പം എന്നാണ് അബിൻ ബർക്കി ഗ്രൂപ്പും ജനീഷ് ഗ്രൂപ്പും ഒക്കെ ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു അവിടെ. അപ്പോൾ നമുക്ക് എറണാകുളം ജില്ലയിൽ തന്നെ അറിയാം എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന്. സ്റ്റേറ്റ് ലെവലിലുള്ള അല്ലാത്ത ഗ്രൂപ്പ് കൂടെ ഉണ്ട്, ഓരോരുത്തരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഉപഗ്രഹങ്ങൾ. UDF അനുകൂലമായിട്ടുള്ള ആഞ്ഞടിച്ച കാറ്റിലും കടപുഴകാതെ നിന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ജില്ലയ്ക്കകത്ത് പൊന്നാനി മുനിസിപ്പാലിറ്റി എന്നത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ അവിടെ ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്നത് തവനൂർ മണ്ഡലമാണ്. KT ജലീലിൻ്റെയാണ്. KT ജലീൽ പിന്നെ അതിനു മുമ്പ് കുറ്റിപ്പുറത്ത് നിന്ന് 2006 കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച് പിന്നീട് തവനൂർ മണ്ഡലം രൂപീകൃതമാകുന്നു. അവിടെ ഉണ്ടാക്കിയപ്പോൾ തൊട്ടുള്ള എൻ്റെ പിന്നെ പ്രതിനിധിയാണ്. ഇതിപ്പോൾ 4ാം തവണയാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. 2006, 2011, 2016, 2021 1 വർഷം പൂർത്തീകരിക്കുന്നു. അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള താല്പര്യക്കുറവ് അദ്ദേഹം പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2016 തൊട്ട് 21 വരെ, 21 അവസാന കാലഘട്ടം വരെ മന്ത്രിയായിരുന്നു. പിന്നെ ഇല്ലാത്തൊരു ഫാബ്രിക്കേറ്റഡ് കേസിൻ്റെ പേരിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ കുടുംബക്കാരൻ എന്നുള്ള രീതിയിലല്ല, കഴിവുള്ള ആളെന്നുള്ള രീതിയിലാണ് പുള്ളി ഭരിക്കുന്ന വകുപ്പിൽ പ്രധാനപ്പെട്ട സ്ഥാനത്താക്കിയത്. എന്തായിരുന്നാലും പിന്നെ KT ജലീൽ അല്ലെങ്കിൽ അവിടെ കോൺഗ്രസിൻ്റെ സാധ്യത ഒന്നുകൂടെ വർദ്ധിക്കുകയാണ്. അവിടെ ഒരു പക്ഷേ VS ജോയ് സ്ഥാനാർത്ഥിയായേക്കും എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. അല്ല, തവനൂര്, കുറ്റിപ്പുറം മണ്ഡലം ഇല്ലാതായി. തവനൂരിലെ VS ജോയ് സ്ഥാനാർത്ഥിയായിരിക്കും. KP നൗഷാദ് അലി അപ്പുറത്ത് പിന്നെ പൊന്നാനിയിലും വരാനാണ് സാധ്യത. VS ജോയ് വരികയും ജലീൽ അല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ സീറ്റ് ചിലപ്പം UDF പിടിച്ചെടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ള സീറ്റാണ്. അടുത്ത ഒന്നെന്ന് പറഞ്ഞപ്പോൾ നിലമ്പൂർ മണ്ഡലം CPM അല്ല, സ്വതന്ത്രനാണെങ്കിലും അൻവർ 2016 21 ജയിച്ചു. പക്ഷേ അദ്ദേഹം അൻവർ രാജിവെച്ചപ്പോൾ ആര്യയുടെ ഷൗക്കത്ത് വിജയിച്ചു. ആര്യയുടെ ഷൗക്കത്ത് വിജയിച്ചതിൽ അൻവറിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം വലിയ ഘടകമായിരുന്നു. അൻവർ പിടിച്ചത് മുഴുവൻ LDF വോട്ടുകളാണ് കൂടുതൽ പിടിച്ചത്. ഇപ്പുറത്ത് 4 വോട്ട് പിടിക്കുമ്പോൾ 6 വോട്ട് അപ്പുറത്താണ് പിടിച്ചത്. അപ്പോൾ 2 വോട്ടിൻ്റെ ഡിഫറൻസാണ് വരുന്നത്. അങ്ങനെയാണ് പിന്നെ സംഭവിച്ചത്. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇന്ന് വരെ അലിയാടൻ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് പോലും ഇല്ലാത്ത രീതിയിലുള്ള വിജയം. എല്ലാ പഞ്ചായത്തും, ആ പഞ്ചായത്തുകൾ മുഴുവൻ മുനിസിപ്പാലിറ്റിയും എല്ലാം അടക്കി അങ്ങ് തൂത്തുവാരുന്ന സ്ഥിതിയിലേക്ക് എത്തി. ഒരു സ്ഥലത്ത് മാത്രം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കോൺഗ്രസിൻ്റെ അവിടുത്തെ അറിയപ്പെടുന്ന നേതാവ്, ഒരുപാട് പലതവണ പിന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിട്ടുള്ള OT ജെയിംസ് കോൺഗ്രസ് റിബലിനോട് പരാജയപ്പെടുന്നു. അപ്പോഴും ഇടതുപക്ഷത്തിന് ജയിക്കാൻ പറ്റിയില്ല. അങ്ങനെ സ്ഥിതിയുണ്ട്. അപ്പം അവിടെ നല്ല കാൻഡിഡേറ്റിനെ നിർത്തിയാൽ ടൈറ്റ് ഫൈറ്റിലേക്ക് പോകും. അവിടെ പറ്റുന്നൊരു കാൻഡിഡേറ്റിനെ നിർത്തിയാൽ അത് ഇവരിപ്പോൾ ഈ പറയുന്ന എപ്പോഴും പിന്നെ മറ്റന്നാൾ വിപ്ലവം ഉണ്ടാവും എന്ന് പറയുന്ന വിപ്ലവ സിംഹങ്ങളെ കൊണ്ട് നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. അതിനകത്തൊക്കെ പറ്റുന്ന സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്. ആ സ്ഥാനാർത്ഥികളെ നിർത്തുകയാണെങ്കിൽ നിലമ്പൂർ വെള്ളം വേണമെങ്കിൽ ഇടതുമുന്നണിക്ക് പിടിച്ചെടുക്കാൻ പറ്റും. കാരണം അപ്പുറത്ത് ഒരുപാട് സംഭവങ്ങൾ പൊങ്ങി വരാനുണ്ട്. വണ്ടൂർ മണ്ഡലം AP അനിൽകുമാർ നിരന്തരമായിട്ട് മത്സരിച്ച് ജയിക്കുന്ന മണ്ഡലമാണ്. ആകെ ഒരു തവണ മാത്രമാണ് 96 അവിടെ നിന്ന് എൻകണ്ണൻ മത്സരിച്ച് വിജയിച്ചത്. സുധാകരൻ അവിടെ നിന്ന് പലവട്ടം മത്സരിച്ച് വിജയിച്ച് മന്ത്രിയായിട്ടുണ്ട്. വെള്ള ഈശ്വരനും മത്സരിച്ച് വിജയിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ AP അനിൽകുമാർ 2001, 2006, 2011, 2016, 2021 25 വർഷം ഇപ്പം ആവുന്നു. അതിപ്പോൾ 6ാമത്തെ ടൈമാണ്. AP അനിൽകുമാറിനെയും വേണമെങ്കിൽ CPM പരാജയപ്പെടുത്താവുന്നതാണ്. പറ്റിയ ആളും ഉണ്ട്, പറ്റിയ ഇഷ്യൂസും ഉണ്ട്. ഇത് രണ്ടും CPM അതിനെക്കുറിച്ച് ബോധമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് AP അനിൽകുമാറിനെ പരാജയപ്പെടുത്താൻ പറ്റും എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. അവിടുത്തെ സ്ഥിതിവിശേഷം വെച്ചിട്ട് പെരിന്തൽമണ്ണ സീറ്റ് CPM ഒരിക്കൽ 2006 അവിടെ നിന്ന് B ശശികുമാർ ജയിച്ചതാണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ പെരുന്തൽമണ്ണ കിട്ടാത്ത സ്ഥിതിയാണുള്ളത്. മുനിസിപ്പാലിറ്റിയും പോയി. നജീബ് കാന്തപുരം കഴിഞ്ഞ തവണ കുറഞ്ഞ വോട്ടിനാണ് ഏറ്റവും സംസ്ഥാനത്തെ 36 വോട്ടും കണ്ടാന്ന് തോന്നുന്നു. എന്തോ കേസൊക്കെ കടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിവുള്ള ചെറുപ്പക്കാരനാണ്. മറ്റേത് പിന്നെ B ശശികുമാർ തന്നെ വന്നാൽ ക്ലാസിക് പോരാട്ടം ഉണ്ടാവും. പക്ഷേ അവർക്ക് സാധ്യത LDF ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവിടെ കുറവാണ്. പിന്നെ അതേപോലെ തന്നെ മങ്കട ഒരിക്കൽ മഞ്ഞളാംകുടി അലിയിലൂടെ 1-2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും അവിടെ CPM നിർത്താൻ പറ്റിയ സ്ഥാനാർത്ഥി PK അബ്ദുള്ള നവാസ് ജില്ലാ സെക്രട്ടറി മെമ്പർ. എങ്കിലും സാധ്യതയില്ലാത്ത മണ്ഡലമാണ് അവിടെ. പിന്നെ മലപ്പുറത്തെ ബാക്കിയുള്ള മണ്ഡലങ്ങളെക്കുറിച്ച് പറയാതിരിക്കുകയാണ് നല്ലതെന്നുള്ളതുകൊണ്ട് ഞാൻ സമയം മുസ്ലിം ലീഗിൻ്റെ സമയം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള മണ്ഡലങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ തൃത്താലയിൽ പോകാം. തൃത്താലയിൽ പോയി കഴിഞ്ഞാൽ തൃത്താലയിൽ കഴിഞ്ഞ തവണ MP രാജേഷ് ജയിച്ചു. അവിടെ BJP ചങ്കൂട്ടി സദസ്യരെ നിർത്തിയിട്ട് പോലും പിന്നെ വോട്ട് കുറഞ്ഞ BJPയുടെ വോട്ട്. ആ കുറഞ്ഞ വോട്ട് MP രാജേഷിന് പോയി. അത് വീട്ടിൽ ബലറാം ഈ സുലാപ്പികളെയും പിന്നെ മൗദൂദികളെയും സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഹിന്ദു വോട്ടുകൾ അപ്പുറത്തേക്ക് അങ്ങ് എന്തായാലും പിന്നെ ഇപ്പുറത്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മതേതരമായി പ്രണയിച്ച് വിവാഹം കഴിച്ച, അതായത് നിനിത റഷീദ് കളിച്ചേരിയുടെ മകളെ വിവാഹം കഴിച്ച MP രാജേഷിനെ വോട്ട് ചെയ്ത് ജയിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവിടെ തൃത്താലയുടെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ അതിഭീകരമായ ഭൂരിപക്ഷമാണ് മുസ്ലിം ലീഗിന്. ലോക്സഭയിലൊക്കെ കിട്ടിയിട്ടുള്ളതൊക്കെ അങ്ങനെയാണ്. പിന്നെ UDF കിട്ടിയിട്ടുള്ളത് അത്
പിന്നെ കൃത്യമായി BJP നല്ലൊരു കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്യും, അവരുടെ വോട്ട് അവരുടെ കയ്യിൽ വീഴുകയും ചെയ്താൽ MP രാജേഷ് തോക്കും. ഇല്ല, വെള്ളം വീണ്ടും തോറ്റോട്ടെ, നിയമസഭ കാണേണ്ട എന്ന് RSS തീരുമാനിച്ചു കഴിഞ്ഞാൽ MP രാജേഷ് ജയിക്കും. അവിടെ നിന്ന് പിന്നെ വന്നു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി ദൈർഘ്യം കൂടും. മലപ്പുറത്താകെ പിന്നെ പറഞ്ഞ പോലെ 3-4 സീറ്റിൻ്റെ സാധ്യതയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇതായത്. പിന്നെ ഉള്ളത് പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിൻ തന്നെ വീണ്ടും CPIക്ക് നിൽക്കുകയാണെങ്കിൽ സാധ്യതയുണ്ട്. മുഹസിനെ മാറിക്കഴിഞ്ഞാൽ പകരം പ്ലേസ് ചെയ്യാൻ കാൻഡിഡേറ്റ് ഇല്ല അവിടെ LDFന്. ഷൊർണൂർ മമ്മിക്കുട്ടി തന്നെ വീണ്ടും നിന്നാൽ അത് BJP ഇപ്പോൾ മുനിസിപ്പാലിറ്റി തന്നെ ശക്തമായ സാന്നിധ്യമായിട്ട് മാറിയതാണ് ഷൊർണൂർ. അവിടെ മമ്മിക്കുട്ടി CIT-യിലൂടെയുള്ള സഖാവാണ്, വളരെ സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം ഇവിടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഇപ്പോൾ CIT നേതാവാണ്. മമ്മിക്കുട്ടി സഖാവ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മമ്മിക്കുട്ടി തന്നെ ജയിച്ചു വരാനും സാധ്യത. അവിടെ BJP ചിലപ്പോൾ 2ാം സ്ഥാനത്ത് എത്താനും സാധ്യതയുണ്ട്. നല്ല തിളക്കമാർന്ന രീതിയിൽ BJP അവിടെ എത്തിയിട്ടുണ്ട്. ഒറ്റക്കാലത്ത് K. പ്രേംകുമാറാണ് നിലവിലുള്ളത്. അവിടെ ഒറ്റപ്പാലത്ത് ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒറ്റപ്പാലം മുൻ ഷൊർണൂർ MLA ഇപ്പോൾ KTDC ചെയർമാനുമായിട്ടുള്ള PK ശശി UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വരികയാണെങ്കിൽ നല്ല പോരാട്ടം നടക്കാൻ സാധ്യതയുണ്ട് ഒറ്റപ്പാലത്ത്. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ അളക്കം തട്ടാതെ നിന്നിട്ടുള്ള സ്ഥലമാണ് ഒറ്റപ്പാലം CPM-നെ സംബന്ധിച്ചിടത്തോളം, LDF-നെ സംബന്ധിച്ചിടത്തോളം. PK ശശി വന്നില്ലെങ്കിൽ പിന്നീട് അവിടെ ഒരു ഹരിമാഷ് എന്ന് പറയും, അദ്ദേഹമായിരിക്കും UDFൻ്റെ സ്ഥാനാർത്ഥി. പിന്നെ നമ്മൾ പോന്നു കഴിഞ്ഞാൽ പിന്നെ കോങ്ങാട് K. ശാന്തകുമാരിയാണ്. കഴിഞ്ഞ തവണ AK ബാലൻ്റെ ഭാര്യയെ നിർത്താൻ നോക്കിയെങ്കിലും അവസാനം പിന്നെ K. ശാന്തകുമാരിയാണ്. എതിർ സ്ഥാനാർത്ഥി പഴയ മുസ്ലിം ലീഗിൻ്റെ MLA UC രാമനായിരുന്നു. UC രാമൻ അവിടുത്തെ ഒന്നും അറിയത്തില്ല, കാരണം ഇവിടെ കുന്നമംഗലം MLA ആയിരുന്നു. അവിടെ കൊണ്ടുപോയി പിന്നെ ഇട്ടപ്പോൾ അവിടുത്തെ ഭൂമിശാസ്ത്രവും അറിയത്തില്ല, ഒരു ശാസ്ത്രവും അറിയത്തില്ല. പൊതുവേ പുള്ളിക്ക് ശാസ്ത്രം അറിയത്തില്ല. അപ്പം പുള്ളി തോറ്റു. അവിടെ ഇപ്പം ശാന്തകുമാരി നിന്ന് കഴിഞ്ഞാലും അല്ലെങ്കിൽ വേറെ കാൻഡിഡേറ്റ് നിന്നാലും അവിടെ LDFന് ജയിക്കാൻ പറ്റുന്നൊരു മണ്ഡലം തന്നെയാണ്. മണ്ണാർക്കാട് തിരിഞ്ഞു നോക്കണ്ട. മണ്ണാർക്കാട് ജോസ് ബേബി ആണെങ്കിൽ പോലും ഈ ഭരണവിരുദ്ധ രംഗത്തിൽ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. അവിടെ സുരേഷ് രാജ് വീണ്ടും മത്സരിക്കാൻ നിൽക്കുകയാണ്. പുള്ളി ഒരു പ്രാവശ്യം കൂടെ തോറ്റു, പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു മണ്ഡലത്തിൽ തന്നെ നിന്ന് മത്സരിച്ച് റെക്കോർഡ് ഇട്ട ആളെന്നുള്ള ഖ്യാതി ഗിന്നസ് ബുക്കിൽ ഉണ്ടാക്കി വെച്ചിട്ട് പോകാൻ സാധ്യതയുണ്ട്. അവിടെ ഷംസുദ്ദീൻ ഇത്തവണ മാറും. ഷംസുദ്ദീൻ 3 ടൈമായി മുസ്ലിം ലീഗിൻ്റെ MLA. ശംസുദ്ദീൻ മാറിക്കഴിഞ്ഞാൽ അവിടെ സമദ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷററായിരിക്കും വരിക. മലമ്പുഴയിലെ പ്രഭാകര സഖാവ് 2006 അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ച് പിന്നെ ജനം തെരുവിലിറങ്ങിയിട്ടാണ് രണ്ടാമത് VSന് സീറ്റ് കൊടുക്കുന്നത്. പിന്നെ 2011-ലും 2016-ലും VS തന്നെ നിന്നു. അങ്ങനെ 15 വർഷം MLA ആകുമെന്ന് പ്രതീക്ഷിച്ച് നടത്തുന്ന പുറത്ത് നിന്ന CIT നേതാവായിട്ടുള്ള പ്രഭാകരൻ സഖാവിനെയാണ് കഴിഞ്ഞ തവണ അവിടെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചത്. പക്ഷേ ഇത്തവണ ചിലപ്പോൾ അദ്ദേഹം തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടാനാണ് സാധ്യത. അവിടെ നിൽക്കുന്നത് 2ാമത്തെ ടൈമാണല്ലോ, കൊടുക്കാമല്ലോ. അവിടെ പക്ഷേ BJP 2016 തൊട്ട് 2ാം സ്ഥാനത്ത് വരുന്ന മണ്ഡലമാണ് പാലക്കാട് പോലെ തന്നെ. പിന്നീടുള്ളത് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് ഇപ്പോൾ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. BJPക്ക് അകത്തും പ്രശ്നങ്ങളുണ്ട്. സരിൻ അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. ശക്തമായൊരു ത്രികോണ മത്സരത്തിലേക്ക് കഴിഞ്ഞ 2 ഇലക്ഷനുകളിലും അവിടെ നടന്നത് UDFും BJPയും തമ്മിലുള്ള മത്സരമായിരുന്നു. പാലക്കാട് സരിൻ മത്സരിക്കുകയാണെങ്കിൽ, കാരണം സരിന് കുറച്ച് സിമ്പതി വോട്ടുകൾ കൂടി കോൺഗ്രസിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ലേ? ഇത് അവരുടെ സംഘടനാ മിഷനെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതിനെ ശരിക്കും. അപ്പം സരിന് ഒരുപക്ഷെ അങ്ങനെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി എന്നൊരു തോന്നൽ അങ്ങനെ. കാരണം ചിന്തിക്കുന്നവർക്കിടയിൽ, അല്ലാതെ ഈ അന്ധരായ ഫാൻസ് മാത്രമല്ലല്ലോ വോട്ടർമാർ, അവരുടെ ഇടയിൽ ഒക്കെ പിന്നെ ഹി വാസ് റൈറ്റ് എന്നുള്ള ഒരു തോന്നൽ വരുമല്ലോ. അയാളായിരുന്നു ശരി, പിന്നെ മറ്റവനെ നമ്മൾ വോട്ട് കുത്തിക്കൊടുത്ത് വേസ്റ്റാക്കി കളഞ്ഞല്ലോ, ഇവനായിരുന്നു ശരി എന്നുള്ള ഒരു സ്ഥാനത്തിലേക്ക് പോവുകയാണെങ്കിൽ സരിന് സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ UDF 3ാം സ്ഥാനത്തേക്ക് പോകുന്ന സ്ഥിതി. പക്ഷേ ഭരണവിരുദ്ധം എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ഇതിനൊക്കെ അതിജീവിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് തരൂരാണ്. അവിടെ PP സുമോദ്, ചിറ്റൂര് കൃഷ്ണൻകുട്ടിക്ക് ബാല്യമുണ്ടോ എന്നത് ശശീന്ദ്രനെ പോലെ തന്നെ കൃഷ്ണൻകുട്ടി ആലോചിക്കേണ്ടതാണ്, ജനതാദൾ ആലോചിക്കേണ്ടതാണ്. കൃഷ്ണൻകുട്ടിയുടെ മകൻ മത്സരിക്കാൻ സാധ്യതയുണ്ട്. CPM ഏറ്റെടുക്കാനുള്ള ശ്രമം ഉണ്ടാവുമായിരുന്നു, പക്ഷേ അങ്ങനെ ഏറ്റെടുക്കാനുള്ള ശ്രമം ഇപ്പോൾ നീങ്ങത്തില്ല. കാരണം ചിറ്റൂർ മുനിസിപ്പാലിറ്റി കഴിഞ്ഞവണ്ണം പിടിച്ചെടുത്തവർക്ക് കയ്യിൽ നിന്ന് പോയി. അതോടൊപ്പം തന്നെ പിന്നെ നെന്മാറയിൽ K. ബാബുവാണ് പിന്നെ സിറ്റിംഗ് ആയിട്ടുള്ള MLA. നെന്മാറ 2016 തൊട്ട് K. ബാബു അവിടെ നിന്നുള്ള MLA ആണ്. നെന്മാറ സീറ്റിൽ ഒരു പക്ഷേ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി EM സുരേഷ് ബാബു മത്സരിച്ചേക്കാൻ സാധ്യതയുണ്ട്. കാരണം CK രാജേന്ദ്രൻ മത്സരിക്കുന്നില്ലെങ്കിൽ, CK രാജേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ EM സുരേഷ് ബാബുവിനെ സംഘടനാ രംഗത്ത് നിന്ന് പാർലമെൻ്ററി രംഗത്തേക്ക് കൊണ്ടുവരാനും, ഇപ്പോൾ വാസവനെ കൊണ്ടുവന്നതുപോലെ P. രാജീവിനെ കൊണ്ടുവന്നതുപോലെ KN ബാലഗോപാലിനെ കൊണ്ടുവന്നതുപോലെ ഇവരൊക്കെ ജില്ലാ സെക്രട്ടറിമാരായിട്ടിരിക്കുമ്പോഴാണല്ലോ വരുന്നത്. അതുപോലെ തന്നെ പിന്നെ അങ്ങനെ കൊണ്ടുവരാനും LDF വീണ്ടും അധികാരത്തിലേറിയാൽ മന്ത്രിയാക്കി പാലക്കാട് ജില്ലയിൽ നിന്ന്. കാരണം ഒരു തവണ ഇപ്പം പിന്നെ MP രാജേഷ് മന്ത്രിയായി, അതുകൊണ്ട് അടുത്ത പ്രാവശ്യത്തേക്ക് അങ്ങനെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് KS സലീഗ. കാരണം ഇപ്പം കാനത്തിൽ ജമീലയെ അടുത്ത തവണ കൊയിലാണ്ടിയിൽ നിന്ന് വീണ്ടും മത്സരിപ്പിക്കുകയാണെങ്കിൽ മന്ത്രിയാക്കണമെന്നുണ്ടായിരുന്നു. LDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു മുസ്ലിം വനിത വരിക എന്നുള്ളത് മരണപ്പെട്ടു. പിന്നീട് CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ തിരഞ്ഞെടുക്കപ്പെട്ട KS സലീഗ. മുമ്പ് അവർ ഇവിടെ നിന്ന് മത്സരിച്ച് തോറ്റതാണ് തൃത്താലയിൽ. അതേപോലെ തന്നെ അവർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്നു. അപ്പോൾ KS സലീഗയും
അവിടെ നിന്ന് ഏതെങ്കിലും നല്ല മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ച് അത് ഏത് മണ്ഡലം എന്ന് മമ്മിക്കുട്ടി മാറുകയാണെങ്കിൽ ഷൊർണൂരായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉചിതമായ ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ച് LDF വന്നാൽ LDF വരിക എന്നത് ഇപ്പോൾ ഒരു സ്വപ്ന സങ്കല്പമൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ഉട്ടോപ്യൻ സാധനമാണ് പറയുന്നത്. പക്ഷേ UDF വരും എന്ന് പറയുന്നത് ഒരു ഉട്ടോപ്യനാണ്. കാരണം നമ്മളിവിടുത്തെ ജില്ലാ പഞ്ചായത്തുകളിൽ നേടിയ ലീഡ് വെച്ച് നോക്കുമ്പം ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ കോർപ്പറേഷൻ അട്ടിമറിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ വേറെ ആയിരിക്കും. പിന്നെ സംഘടനാ മിഷണറി ഇവർക്കുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുങ്കാറ്റ് സംഭവിക്കണം. മാത്രമല്ല ഇപ്പോൾ ഉള്ള വിഷയത്തിൽ നിന്നൊക്കെ മാറാൻ വേറെ എന്തെങ്കിലും സാധനം വന്നാൽ കഴിഞ്ഞില്ലേ. അതിനിടയിൽ LDF അബദ്ധം കാണിച്ചുകൊണ്ടാണ് ഈ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടിൽ പറയുന്നു. പോയിട്ട് ആ പാട്ട് പുറത്താക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ അതെ 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 പത്മകുമാറിനെ എടുത്ത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു, പരിപാടി കഴുകി ഞങ്ങളെ ആൾക്കാരെയൊക്കെ ഇതാക്കി നിങ്ങളെ ആൾക്കാരെ നിങ്ങളും പുറത്താക്കിക്കൊള്ളാൻ പറയായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നെന്മാറയിൽ അങ്ങനെ ചിലപ്പോൾ സുരേഷ് ബാബു അനുസരിക്കാൻ സാധ്യതയുണ്ട്. ആലത്തൂർ പ്രസിഡൻ്റ് ആണെങ്കിലും പ്രസിഡന്റിൻ്റെ 2 ടേം ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആര് വരും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ചിത്രത്തിലേക്ക് എത്തിയിട്ടില്ല. പാർട്ടി ചിലപ്പോൾ പുതിയ ചെറുപ്പക്കാരെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. DYFIയിലൂടെ ആവുന്ന ചെറുപ്പക്കാർ. അതേപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുള്ള ഷാനിബിനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് നിർത്തുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഇനി പട്ടാമ്പി വേറെ എങ്കിലും സീറ്റ് ഇടും. മുഖസിനല്ലെങ്കിൽ അവിടെ തോക്കും എന്നുള്ളത് CPM-നും അറിയാം. അപ്പം മുഖസിന് സീറ്റ് കൊടുക്കാൻ ബിനോയ് വിശ്വത്തിനും സുനീറിനും ഒന്നും താല്പര്യമില്ല. അങ്ങനെ വരുമ്പം പട്ടാമ്പി വേറെ സീറ്റും കൂടെ വെച്ച് മാറിയാലും മതി. ഷാനിബിനെ പട്ടാമ്പി കൊണ്ടേ നിർത്തിയാൽ മതി. പട്ടാമ്പി എന്ന് പറയുമ്പോൾ ഷാഫി പറമ്പിലിൻ്റെ സ്വന്തം നാടാണ്. അങ്ങനെ ആണ് അവിടുത്തെ ഒരു സ്ഥിതി. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്ന തൃശ്ശൂർ ജില്ലയിലൊക്കെ നമുക്ക് പിന്നെ പോകാം. നമുക്കിപ്പോൾ മലപ്പുറം പാലക്കാടും പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാം.